സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് നിലം പോലെയാണെന്നൊക്കെ ആൾക്കാർ സങ്കല്പിക്കാം. അപ്പോൾ ഈ വിത്ത് എന്ന് പറയുന്നത് പുരുഷൻ്റെതാണ്, ശുക്ലം കാണാൻ പറ്റും. അപ്പോൾ ഈ ശുക്ലത്തിനകത്തുനിന്ന് കുഞ്ഞുണ്ടാകുന്നതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അണ്ഡം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയുടെ പങ്കെന്ന് പറയുന്നത് ഈ ഗർഭപാത്രം സപ്ലൈ ചെയ്യുന്ന ഒരാൾ മാത്രം. അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹങ്ങളാണ് രൂപപ്പെട്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പെണ്ണ് കാണൽ സമ്പ്രദായം അങ്ങനെയായിരിക്കും, പുരുഷൻ പോയി കണ്ടാൽ മതി. അത് പുരുഷൻ പോയി കണ്ടാൽ മതി എന്ന് പറയുന്നത് പുരുഷന്റെ ചോയ്സ് ആയിട്ട് മാത്രമായി മാറുക. സ്ത്രീകൾക്ക് ചോയ്സ് എന്ന് പറയുന്ന സാധനം നിഷേധിക്കപ്പെടുന്നു. പെണ്ണെന്ന് പറയുന്നത് മനുഷ്യനല്ലാതായിട്ട് അണ്ടർ ഗ്യാദറേഴ്സ് ആയിരിക്കുന്ന കാലത്ത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവർ ഇഷ്ടം കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഇണചേരുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗോത്രത്തിനകത്തുള്ള മുഴുവൻ ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ നടത്തുന്ന പ്രവർത്തനം ഒന്നായി. അത് മുസ്ലിം പേരാണ്, ഇത് ക്രിസ്ത്യൻ പേരാണ്. അങ്ങനെ ഒരു പേരില്ല, മതത്തിന് പേരില്ല. മതപരമായ ഒരു പേരും ലോകത്തില്ല. മതം വരുന്നത് വലിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളുടെ മനസ്സ് നിയന്ത്രിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളെയാണ് നമ്മൾ ഈ മതം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആളുകളെ അനുസരണ പഠിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഓരോ മതവും ഒരു പ്രദേശത്തിന് അനുസൃതമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഒരു മതം തന്നെ എടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഓരോ പ്രദേശത്തും അത് വ്യത്യസ്തമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്ന കാണാം. താങ്കൾ എന്തെങ്കിലും ഒരു ദൈവവിശ്വാസിയാണോ? ഇത്രയും ഈ ശാസ്ത്രലോകം വളർന്നിട്ട് ഈ മനുഷ്യന്മാര് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ ആൾദൈവങ്ങളുടെ പുറകെ പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു ബുദ്ധിയില്ലായ്മയായിട്ട് സാറിന് തോന്നാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയല്ല. നമ്മളാ മനസ്സിലാക്കുന്നതല്ല, വ്യക്തിഗതമായിട്ടുള്ള ഒരു കാരണം കൊണ്ടേ അല്ല. നിങ്ങൾ ജനിക്കുന്നത് ഏതെങ്കിലും വീട്ടിലല്ലേ. അപ്പോൾ ഏതെങ്കിലും വീട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ സ്പിരിറ്റിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ ആ പ്രദേശത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഭാഷയോട് ബന്ധപ്പെട്ടൊക്കെ അല്ലേ. അപ്പം നിങ്ങൾ മലയാള ഭാഷയും ഞാനും മലയാള ഭാഷ സംസാരിക്കുന്നത് തിരഞ്ഞെടുത്തതല്ലല്ലോ. അതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം ആരാണോ നമ്മളെക്കാളും നമ്മളെ വളർത്തുന്നവരെന്താണോ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതിങ്ങനെ തുടരുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അല്ല, സയൻസ് വളരുന്നു എന്ന് പറയുന്ന ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കുന്നത് ജോലിക്ക് പഠിപ്പിക്കുന്നതായിട്ടാണ് ആൾക്കാർക്കറിയാം. ജീവിക്കാനുള്ളതാണെന്ന് അറിഞ്ഞൂടാ. ചിന്തിക്കാനും ജീവിക്കാനും അത് ഉപയോഗിക്കുന്നില്ല ആരും. പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മറക്കും. അതിൽ തുടർന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരെന്താണോ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെ. അല്ലാതെ നിങ്ങളുടെ ഒരു ചോയ്സ് ഒന്നുമല്ല. അത് മലയാള ഭാഷ ചോയ്സ് അല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏത് വീട്ടിലാണോ ജനിച്ചിരിക്കുന്നത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നമ്മൾ തുടരുന്നു എന്നുള്ളതാണ് അത് സംഭവം. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും വീട്ടിൽ ജനിക്കാതെ പറ്റത്തില്ല. എല്ലാവരും ഏതെങ്കിലും ഒരു മതമോ ജാതിയോ അതുപോലോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആശയങ്ങളോ ഒക്കെ പഠിച്ചിട്ടാണ് വളരുന്നത്. കവിതകളെല്ലാം എഴുതിയിരിക്കുന്നതോ കഥകൾ പറയുന്നതോ എല്ലാം ഇതിനോട് ബന്ധപ്പെട്ടല്ലേ. നിങ്ങൾ സ്കൂളിൽ പോകുന്ന വഴി ആ വിഷയങ്ങളിനകത്ത് ഒരു വിഷയം മാത്രമായിട്ടാണ് ശാസ്ത്രം നിൽക്കുന്നത്. അല്ല, ശാസ്ത്രം പഠിച്ച് അത് വെച്ചിട്ട് ചിന്തിച്ച് ലോകത്തിനെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്കൂളും കോളേജും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടത് അങ്ങനെ. അല്ലാതെ ആളുകൾ ഇതൊക്കെ അറിയുമ്പോൾ പിന്നെ എന്താ അങ്ങനെ ആയി എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അല്ലാതാകാനാണ് പാട്. താങ്കൾ എന്തെങ്കിലും ഒരു ദൈവവിശ്വാസിയാണോ? ദൈവം മനുഷ്യരുണ്ടാക്കിയാണെന്ന് അറിയുന്ന ആളാണ്. എല്ലാ രാജ്യത്തും എല്ലാ പ്രദേശങ്ങളിലും മനുഷ്യർ അവരുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ദൈവങ്ങളെ അവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ഇപ്പോൾ കാട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് അവരുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ദൈവങ്ങളുണ്ടാകും. കൂടുതൽ ചിന്തിക്കുകയും ലോകത്തിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നവരുടെ ദൈവം അത്തരത്തിലിരിക്കും. അപ്പോൾ നമുക്കൊരു ദൈവത്തിനെടുത്ത് ഇങ്ങനെ നോക്കിയാൽ ഇത് ഏത് കാലഘട്ടത്തിനകത്ത് ഏത് തരത്തിലെ മനുഷ്യരാണ് ഉണ്ടാക്കിയെന്ന് ആ ദൈവത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ ദൈവമാണോ ഉള്ളതെന്ന് എനിക്കറിയാം. അപ്പം താങ്കൾ എന്തിനെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എന്ന് പറയുന്നത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. എന്നാൽ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു മാനസികാവസ്ഥ തകർന്നിരിക്കുമ്പം ഒന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനോട് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അങ്ങനെയല്ല ജീവിതം മനസ്സിലാക്കേണ്ടതെന്നുള്ള അറിവ് എനിക്കുണ്ട്. അതൊരു തിരിച്ചറിവാണ്. അറിവ് മാത്രമല്ല, തിരിച്ചറിവും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നത് മുന്നറിവെന്നുള്ള നിലവാരത്തിലുള്ള വിശ്വാസങ്ങൾ നമുക്കുണ്ടാകും. അത് ഇപ്പോൾ ഒരാൾ ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ പോകുന്ന പോലെ
അത് ഡോക്ടർ പഠിച്ചിട്ടുണ്ട്, ഡോക്ടറാണെന്നറിയാം, അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും, ഇതെല്ലാം ഉള്ള. അതുകൊണ്ട് അയാൾ ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് വിചാരിച്ച് പോകുന്നതിനെ നമ്മൾ മറ്റേ വിശ്വാസമാണ്. അതിന് നേരത്തെയുള്ള അതിനെയാണ് മുന്നറിവെന്ന് നമ്മൾ പറയുന്നത്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് വരുമെന്ന് വിശ്വസിക്കുകയല്ല. നമുക്കറിയാം അവിടെ ബസ് വരുമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സമയത്തിന്. ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറും എന്നുള്ളതല്ലാതെ ബസ് അവിടെ വരും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. അങ്ങനെയുള്ള മുന്നറിവുകൾ വിശ്വാസത്തിനകത്ത് പെടുത്താകത്തില്ല. അത്തരത്തിലുള്ള മുന്നറിവ് കൊണ്ടുണ്ടായിരിക്കുന്ന പ്രതീക്ഷകളുണ്ട്, അതേ എനിക്കുള്ളൂ. അല്ലാതെ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിന് പകരം പാടത്ത് പോയി കാത്ത് നിൽക്കും, ബസ് അവിടെ വരുമെന്ന് വിചാരിച്ചിട്ട്. അയാൾ അറിഞ്ഞുകൂടാതിരിക്കുമ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് കാര്യം. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയും, വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളെന്ത് ബലത്തിലാണ് പോയിട്ട് ഡോക്ടറെ അടുത്ത് ചികിത്സിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് നമുക്ക് ഡോക്ടറാണെന്ന് അറിയുന്നതുകൊണ്ട് ഒരു കള്ള ഡോക്ടർ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ അതൊരു സാധാരണ ആളുകൾ പറയുന്ന വിശ്വാസത്തിൻ്റെ സ്ഥലമല്ല അത്. മറ്റേതങ്ങനല്ല. അറിഞ്ഞുകൂടാതിരിക്കുന്നതിനെയാണ് ആളുകൾ വിശ്വാസമെന്ന്. നമുക്ക് അറിഞ്ഞുകൂടാതിരിക്കുമ്പോഴും വിശ്വസിക്കുന്നു, അപ്പോഴാണ് വിശ്വാസം. അങ്ങനെ അറിഞ്ഞുകൂടാത്തതിനെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം എന്തായാലും എനിക്കില്ല. രണ്ട് വിഷയങ്ങൾ, കല്യാണം, ലിവിങ് ടുഗെദർ. ഒന്ന് ഉത്തരവാദിത്തം, എന്നാൽ ഇന്ന് ഇതിന് ലിവിങ് ടുഗെദറിൽ കാണുന്നത് ഒരു പൊസസീവ്നെസ് ആണ്. ഉത്തരവാദിത്തമില്ല എന്ന് വെച്ചാൽ ഒരു സംസ്കാരത്തിന് പരമായിട്ടുള്ള ഒരു ജീവിതമല്ല ലിവിങ് ടുഗെദർ. ഇഷ്ടപ്പെട്ട രണ്ടുപേര് തമ്മിൽ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് അത് വേറൊരു വഴിത്തിരിവിലേക്ക് പോവാണ്. കാരണം പ്രശ്നങ്ങൾ, നീ വേറൊരാളുടെ കൂടെ പോവാൻ പാടില്ല എന്നുള്ളത്. അപ്പം താങ്കൾ ഏതിലാണ് യോജിക്കുന്നത്? കല്യാണമാണോ ലിവിങ് ടുഗെദറിലാണോ? എൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു ചോദ്യമില്ല. അത് ഈ വിഷയങ്ങൾ അറിയാത്തവരുണ്ടാക്കുന്നതാണ് ഇതല്ല. ഇങ്ങനെ ലിവിങ് ടുഗെദറിൽ പൊസിഷൻ, കല്യാണം കഴിക്കുന്നിടത്ത് പൊസിഷൻ ഇല്ലേ, പിന്നെന്തുവാ അത് പറയുന്നത്? അത് ചുമ്മാതെ യഥാർത്ഥത്തിലെ വിഷയങ്ങൾ അറിയാത്ത സംസാരിക്കുന്നുണ്ടാകും. അങ്ങനെ ആളുകൾ ഈ ആ ഡിവിഷൻസൊക്കെ ഉണ്ടാക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് വളരെ ലേറ്ററായി. എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടായിട്ട് ഒരു 3 ലക്ഷം വർഷമായി. ആ കാലഘട്ടം മുഴുവൻ അവർ ഈ ഗോത്രങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ജീവിത സന്ധാരണത്തിന് അവർ ജീവിച്ചിരുന്നത് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഭക്ഷണം തേടി ശേഖരിച്ച് നായാടി, ഈ മൂന്ന് തരത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരിക്കുന്നവർ കാലത്ത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കുട്ടികൾ വളർത്തുന്നതിന് 2 പേര് ചേർന്നുണ്ടാക്കുന്ന ഒരു കരാറൊന്നുമല്ല. അവർ ഇഷ്ടം കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, എണ്ണ ചേരുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗോത്രത്തിനകത്തുള്ള മുഴുവൻ ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ നടത്തുന്ന പ്രവർത്തനമൊന്നുമല്ല. എന്നും ലോകത്ത് ഇഷ്ടംപോലെ ഗോത്രങ്ങളുണ്ട്, നമുക്കിപ്പോഴും കാണാൻ പറ്റും. അല്ലാതെ പണ്ടങ്ങനെ ആയിരുന്നു, ഇപ്പം ഇങ്ങനെ അല്ല എന്നുള്ളതല്ല. ഗോത്രങ്ങളിലെ ഹണ്ടർ ഗ്യാദറേഴ്സായിട്ട് ഇന്നും മനുഷ്യർ കഴിയുന്നുണ്ട്. അവിടെ പോയാൽ നമുക്കിത് കാണാൻ പറ്റും. നമ്മളെങ്ങനെയായിരുന്നു ഒരു 10,000 വർഷം മുമ്പ് ജീവിച്ചിരുന്നതെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ലോകത്തുണ്ട്. അപ്പോൾ ഭക്ഷണം തേടി ജീവിക്കുക എന്ന് പറയുന്നതും ശേഖരിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ നായാട്ടി ജീവിക്കുക എന്ന് പറയുന്നതും മനുഷ്യർ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടായിട്ട് 3 ലക്ഷം വർഷമായി. നമ്മൾ അതിന് ആ തേടി ശേഖരിക്കുക എന്ന് പറയുന്നതിന് പകരം ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരായി മാറുന്നത്. ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരായിട്ട് മാറിയപ്പോഴാണ് വീടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പ്രദേശത്ത് കൃഷിക്ക് കൊള്ളാവുന്ന സ്ഥലത്തിന് ചുറ്റി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂട്ടത്തിൽ സംഘബലമുള്ള എന്ന് പറഞ്ഞാൽ 10 പേര് 20 പേരൊക്കെ ഉള്ള ഒരു രക്തബന്ധമുള്ളവർ ഒന്നിച്ച് ജീവിച്ച് ഒരു കൃഷിസ്ഥലം അവരുടേതാക്കി മാറ്റും. അപ്പോൾ അവർ ആ സ്ഥലത്ത് അവരുടെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു ക്ലസ്റ്റർ ചെയ്തിട്ട് അവർ, അപ്പോൾ അത് അങ്ങനെ പലതരത്തിലുള്ള അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് നമ്മളന്നൊരു ഗ്രാമം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്രദേശം ഞങ്ങളുടേതാണ്. അതുവരെ മനുഷ്യരെന്നുള്ളതല്ല, ലോകത്ത് ജീവികളെല്ലാം ഭക്ഷണം തേടി ജീവിക്കുന്നവരല്ലാതെ ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കി ജീവിക്കുന്നവരല്ല.
ആ ഉണ്ടാക്കി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രദേശം ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ എൻ്റേതാണ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ രൂപപ്പെടുന്നത്. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായം ആരംഭിക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ഏരിയയാണ്, ഞാനത് അവിടോട്ട് പോകുന്നില്ല. എന്നാൽ നിങ്ങളുടെ ചോദ്യം ഇവിടുത്തെ പുതിയ ചോദ്യമാണ്. പക്ഷെ ഇതറിയാതെ ആളുകൾ സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വിവാഹം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10-20 പേരുള്ള ഒരു ഗ്രൂപ്പ്, ഒരു പ്രദേശം കൃഷി ചെയ്തിരിക്കുന്നവർ, തൊട്ടടുത്ത കൃഷി ചെയ്യുന്ന സ്ഥലത്തിലുള്ളവരും തമ്മിലായിരിക്കും വിവാഹങ്ങൾ നടക്കുന്നത്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിലായിരുന്നു അന്ന്. ആ കുടുംബത്തിനാണ് കാർഷിക കുടുംബം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മുമ്പ് കാലത്ത് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ആ കൂട്ടുകുടുംബത്തിനകത്ത് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം എന്നുള്ള അർത്ഥമില്ല. കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് അവരെ തമ്മിൽ ചേർക്കുന്ന, കണ്ണി ചേർക്കുന്നതിന് 2 കണ്ണിയായിട്ടാണ് അവരെ കാണുന്നത്. അപ്പം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനേക്കാളും ഒരു വിവാഹം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ പേരിലായിരിക്കുന്നു എന്നുള്ളത് അർത്ഥമേ ഉള്ളൂ. അപ്പം ഇപ്പം ഈ വിവാഹം കഴിക്കുന്ന പുരുഷൻ്റെ സഹോദരി പോയി വിവാഹം കഴിച്ചോണ്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾക്കത് ഇന്ന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാത്തത് തന്നെ ഇല്ല. അതൊന്നും ഒത്തിരി നാൾ മുമ്പ്, നമുക്കൊരു 100 കൊല്ലം മുമ്പ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. വിവാഹം കഴിക്കുന്ന ആൾ അവിടെ ഉണ്ടാകണമെന്നില്ല. പകരം ഇപ്പോഴും നമുക്ക് കാണാനുണ്ട്. അല്ല, ഇപ്പം ഇസ്ലാം മതത്തിനകത്ത് 2 പുരുഷന്മാർ തമ്മിലാണ് കരാറുണ്ടാക്കുന്നത്. സ്ത്രീകൾക്ക് അതിനകത്ത് റോളില്ല. ഇതൊക്കെ എങ്ങനെ ആയി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഓരോ പ്രദേശത്തും പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 2 കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വിവാഹം എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കുന്നില്ല. അതിനു മുമ്പ് അങ്ങനല്ല. സ്ത്രീകളെ ഇണക്കി പുരുഷൻ അവരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കുട്ടികളെ വളർത്തുന്നതിനകത്ത് പുരുഷന്മാർക്ക് സത്യത്തിൽ റോളൊന്നുമില്ലായിരുന്നു. അവരുടെ കുട്ടിയാണെന്നുള്ളതിന് കാര്യത്തിൽ നമ്മളിന്ന് പറയുന്ന ഒന്നും അതിന് മീനിങ് ഇല്ല. പിന്നെ കുട്ടികളെ വളർത്തുന്നത് ഒരു സംഘം സ്ത്രീകളാണ്. ഒരു കൂട്ടം സ്ത്രീകൾ, പ്രായമായവരും പ്രായം കുറഞ്ഞവരുമായിട്ടുള്ള ഒരു സംഘം. അതിനകത്ത് ഇടയ്ക്ക് ഈ നായാടാൻ പോയിരിക്കുന്ന കുറേ പുരുഷന്മാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാരീരികമായിട്ട് ക്ഷമതയുള്ളവർ ആയിരിക്കുന്ന സ്ത്രീകളും കുറച്ച് പോകും. അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പിനകത്ത് അങ്ങനത്തെ ആ ഗ്രൂപ്പ് വന്ന് അപ്പോൾ ഇണചേരുന്ന ഒരു അന്തരീക്ഷത്തിനകത്ത് ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടം തോന്നി ബന്ധം ഉണ്ടാക്കി. ഉണ്ടാകുന്ന കുഞ്ഞ് ഈ അമ്മയുടെ കുഞ്ഞ് മാത്രം. അച്ഛൻ എന്ന് പറയുന്ന സങ്കല്പം അപ്പോൾ ഇത് അമ്മയാണ്. കാരണം ആരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് ആ കുഞ്ഞുണ്ടാകുന്നതെന്ന് അറിയൂല്ലായിരുന്നു അന്ന്. അറിഞ്ഞൂടാ. കാരണം കാര്യകാരണ സംബന്ധമായിട്ടാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ അതിനെ തുടർച്ചയായിട്ട് സംഭവിക്കുന്നതിനെ വെച്ചിട്ടാണ്. ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ ഗർഭം ഉണ്ടാകുക എന്ന് പറയുന്നത് എത്രയോ നാളിന് ശേഷമാണ് ഒരാൾക്ക് ഗർഭം ഉണ്ടായെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇത് തിരിച്ചറിയാനൊക്കത്തില്ല. ഇങ്ങനെ ലൈംഗിക ബന്ധത്തിനകത്ത് പുരുഷന്മാരുടെ പങ്ക് സത്യത്തിൽ അറിഞ്ഞൂടായിരുന്നു. അപ്പം അക്കാലത്തിലെല്ലാം അമ്മ ആയിരുന്നു. അപ്പം കുഞ്ഞിനെ ഉണ്ടാക്കുന്ന അമ്മയെ ഉണ്ടാക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് ആദ്യകാലത്ത് നമ്മളൊരു 12,000 വർഷം മുമ്പൊക്കെ ലോകവ്യാപകമായി എല്ലാ സ്ഥലത്തും ആർക്കിയോളജിക്കലായിട്ട് നമ്മളിങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അമ്മമാരുടെ രൂപം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പുരുഷന്മാരില്ല. അമ്മ ദൈവങ്ങളെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു, അമ്മ ദൈവങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പ്രസവിക്കുന്ന എല്ലാവർക്കും കാണാം. അപ്പൊ അത് കാരണം കൊണ്ട് അമ്മയാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എത്രയോ വർഷത്തിന് ശേഷമാണ് ഈ കൃഷി ചെയ്തിരുന്ന സമയത്ത് പുരുഷന്മാർ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട് പുരുഷന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ ആ ഒരു പങ്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ. അപ്പോൾ പുരുഷന്മാരുടെ പങ്ക് മാത്രമല്ല അറിയുന്നത്, ഗർഭം പുരുഷന്മാർ കൊടുക്കുന്നതായിട്ടാണ്. കാരണം കൃഷി ചെയ്യുന്ന സമയത്ത് നിലമൊക്കെ വൃത്തിയാക്കി അവിടെ ഒരു വിത്തിടും. അപ്പോൾ വിത്താണല്ലോ പിന്നെ കിളിച്ച് വരുന്നതായിട്ടാണല്ലോ. അപ്പോൾ സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് നിലം പോലെയാണെന്നൊക്കെ ആൾക്കാർ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ വിത്തെന്ന് പറയുന്നത് പുരുഷൻ്റെതാണ്. അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. കാര്യമുണ്ട്, കാണാൻ പറ്റും, ശുക്ലം കാണാൻ പറ്റും. അപ്പൊ ഈ ശുക്ലത്തിനകത്ത് നിന്ന് കുഞ്ഞുണ്ടാകുന്നതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അണ്ടം കാണാൻ പറ്റത്തില്ല.
അതുകൊണ്ട് അമ്മയുടെ പങ്കെന്ന് പറയുന്നത് ഈ ഗർഭപാത്രം സപ്ലൈ ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. ഗർഭം പുരുഷൻ്റെതായിട്ട് മാറി. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ദൈവം നേരത്തെ പറഞ്ഞ മനുഷ്യരുണ്ടാക്കിയതാണ് ദൈവം എന്ന് പറയുന്ന ആ പോയിന്റിനകത്ത് വരും. ആദ്യകാലത്ത് മുഴുവൻ അമ്മ ദൈവങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പുരുഷ ദൈവങ്ങളേ ഉള്ളൂ. അമ്മ ദൈവങ്ങൾ മുഴുവനും ഈ പുരുഷ ദൈവങ്ങളുടെ ഭാര്യമാരായി പോവുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മനുഷ്യൻ്റെ ചരിത്രവും ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസും ഒക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതോടെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം രൂപപ്പെടുന്നത് അവരാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവെന്ന് വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ബ്രഹ്മാവൊക്കെ ഉണ്ടാകുന്നതൊക്കെ. അതിന് മുമ്പ് ആദിപരാശക്തിയായിരുന്നു ഉണ്ടായിരുന്നത്, അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പഴയ കഥയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രിമൂർത്തികളിലേക്ക് മാറുന്നു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും. ആദ്യമൊക്കെ ഈജിപ്തിലൊക്കെ സ്ത്രീകളായിരുന്നു എല്ലാ പ്രവചനങ്ങൾ ചെയ്യുന്നവരൊക്കെ. അതിനുശേഷം പിന്നെ സ്ത്രീകൾക്ക് ആ റോളേ പോകും. അത് ഈ തിരിച്ചറിവ് കൊണ്ടാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് അച്ഛന്മാരാണ് ചെയ്യുന്നതെന്നും അമ്മമാരതിൻ്റെ പരിചരണം മാത്രം ചെയ്യുന്നവരായിട്ട് മാറുകയും. ഇപ്പം നിങ്ങളൊരു കുഞ്ഞുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ചോദിക്കും കുട്ടി ആരുടേതാണെന്ന് ചോദിക്കും. നിങ്ങളുടേതാണെന്ന് എല്ലാവർക്കും കാണില്ലല്ലോ, പക്ഷെ ചോദിക്കുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്. അച്ഛൻ പ്രധാനമായ സമൂഹമായി നമ്മൾ മാറുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന വിവാഹം ആരംഭിച്ചത്. അതങ്ങനെ എത്രയൊക്കെ അറിയണം ഇതിനകത്തൊക്കെ. അപ്പം ആ വിവാഹം ആരംഭിക്കുമ്പം പുരുഷൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് പുരുഷൻ്റെ കുട്ടിയായിത്തീരുന്നത്. കുട്ടിയുടെ പുറയിലുള്ള പേരിടുന്നതും അച്ഛൻ്റെ പേരായി മാറുന്നത് കൊണ്ടാണ്. അമ്മയ്ക്ക് യാതൊരു റോളും ഇല്ല. അമ്മയ്ക്ക് പരിചരിക്കാനായിട്ടുള്ള കഴിവുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, കുട്ടി ഉണ്ടാക്കുന്ന എല്ലാം പുരുഷൻ. അതുകൊണ്ടാണ് കുട്ടി ആരുടേതാണ് എന്ന് പറയുന്ന ചോദ്യമെല്ലാം വരികയും അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹങ്ങളാണ് രൂപപ്പെട്ടത്. അത് കൃഷി തുടങ്ങിയതിന് ശേഷമാണ് അതങ്ങനെ ആരംഭിച്ചത്. അപ്പോൾ ആ സമയം തൊട്ട് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് പുരുഷന് വേണ്ടി ഒരു സ്ത്രീയെ കൊണ്ടുവരിക എന്നുള്ള അർത്ഥമായി മാറി. മറ്റതങ്ങനല്ല, സ്ത്രീകളായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. പുരുഷന്മാർ പാട്ടും പാടി ഡാൻസും ചെയ്തൊക്കെ ഇണക്കണമായിരുന്നു സ്ത്രീകളെ. അത് പിൽക്കാലത്ത് അങ്ങനെയല്ല, സ്ത്രീകൾ ഡാൻസ് ചെയ്ത് പുരുഷന്മാരെ ഇണക്കുന്നിടത്തേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സിനകത്ത്. അങ്ങനെയാണ് പെണ്ണ് കാണുന്നിടത്തേക്ക് എത്തുന്നത്. മറ്റേത് ആദ്യകാലത്ത് സ്ത്രീകളുടെ ഇഷ്ടം കൊണ്ട് തിരഞ്ഞെടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ കഴിയാതായി മാറിയത് അടിമകളായ ആളുകളെ പിടിച്ചുകൊണ്ട് വന്നു ജോലി ചെയ്യാൻ. അപ്പോൾ അടിമകളായ പുരുഷന്മാരോട് ഈ സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടായി. അപ്പോൾ ആ കുട്ടി മേൽത്തട്ടിലേക്ക് വരും, അവർ തമ്മിൽ ബന്ധമുണ്ടായ. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ലൈംഗികമായിട്ടുള്ള അവരുടെ ഇഷ്ടം കൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് വന്നത്. അതിനുശേഷം പറ്റിയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഞങ്ങളൊരു സെറ്റ് ആൾക്കാരെ തരും, ഈ PSC സെലക്ഷൻ നടത്തുന്ന പോലെ ഒരു സെലക്ഷൻ നടത്തും. അങ്ങനെ എന്നിട്ട് നിരത്തി നിർത്തും. അതിനെയാണ് സ്വയംവരം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ യഥാർത്ഥത്തിലുള്ള ചോയ്സ് അല്ലത്. ഈ സെറ്റിനകത്ത് നിങ്ങൾ എടുത്താൽ മതി, അങ്ങനെയാണ്. അപ്പോൾ ഒരു സെലക്ഷൻ നടത്തി അവിടെ നിർത്തുന്നതിനകത്തുനിന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ അവർക്ക് വേറെ ആൾക്കാരെ ഇഷ്ടപ്പെടാനായിട്ട് അവകാശമില്ലാതായി. അങ്ങനെ സ്ത്രീകളുടെ ലൈംഗികമായ ചോയ്സ് ലോകത്തുനിന്ന് പോകുന്നത് നമ്മൾ ഈ പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം മാറുകയും പുരുഷന്മാരുടെ ലൈംഗികമായിട്ടുള്ള കുഞ്ഞിനെ ഉണ്ടാക്കുന്നത്, ലൈംഗികമായ താല്പര്യത്തിനല്ല, കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിന് പ്രാധാന്യം നൽകിയിട്ടുള്ള വിവാഹങ്ങളാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാർ പോയി സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വരുന്നത്. മറ്റേത് അങ്ങനെയല്ല. ജീവികളിൽ മുഴുവൻ നോക്കിയ സ്ത്രീകളെ സംഘടിപ്പിക്കാൻ വേണ്ടി പുരുഷന്മാർ നിൽക്കുന്നതാണ് ലോകം മുഴുവനുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ പെണ്ണ് കാണൽ സമ്പ്രദായം അങ്ങനെയായിരിക്കും അല്ലെ? പുരുഷൻ പോയി കണ്ടാൽ മതി. അത് പുരുഷൻ പോയി കണ്ടാൽ മതി എന്ന് പറയുന്നത് പുരുഷന്റെ ചോയ്സ് ആയിട്ട് മാത്രമായി മാറുക. സ്ത്രീകൾക്ക് ചോയ്സ് എന്ന് പറയുന്ന സാധനം നിഷേധിക്കപ്പെടുന്നുണ്ട്. അത് ഇതുകൊണ്ടാണ് അടിമകളായ പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരുടെ ചോയ്സ് ആയിട്ട് മാറിയ ആ പുരുഷന്മാരുടെ കുട്ടികൾ മേൽത്തട്ടിലേക്ക് വരും. അങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രിക്കുന്നതിൻ്റെ തുടർച്ചയ്ക്കകത്താണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പം സ്ത്രീകളുടെ ഒരു നിലപാട് മാറുന്നുണ്ട്. അവർ മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിന്റെ കുട്ടിയെ ഞാൻ പ്രസവിക്കത്തുള്ളൂ, അത് ഞാൻ തരാം, പക്ഷെ കുട്ടിയെ നോക്കണം. മറ്റു പുരുഷന്മാർ കുട്ടികളെ അങ്ങനെ നോക്കത്തില്ല. അവരതുവഴി വരിക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സ്വത്തെന്ന് പറയുന്നത് കൃഷിക്കാരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വത്ത്, ഒരു പ്രദേശത്തെ സ്വത്ത്, ആ സ്വത്തിനോട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീയും വരുന്നിടത്തായി മാറി. ഇങ്ങനെയാണ് ആ ട്രെൻഡ്.
അങ്ങനെ സ്വത്ത് അതാണ് പെണ്ണും ആണും മറ്റേ മണ്ണും പെണ്ണിനും വേണ്ടി പുരുഷന്മാർ വഴക്കിടുന്നതാണ്. അപ്പൊ പെണ്ണെന്ന് പറയുന്നത് മനുഷ്യനല്ലാതെ, അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പെണ്ണെന്ന് പറയുന്നത് മനുഷ്യനല്ലാതായിപ്പോയി. അതിപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യന്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പുരുഷന്റെ പടം വരയ്ക്കത്തുള്ളൂ, അല്ലാതെ പെണ്ണിന്റെ പടം നിങ്ങൾ വരയ്ക്കത്തില്ല. ഇത് ഈ ഒരു ബോധം അങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞ പുരുഷനായി. ഇതെല്ലാം സംഭവിച്ചു. ഇതെല്ലാം ഈ കൃഷിയോട് ബന്ധപ്പെട്ട് വന്ന ഒരു സംഭവമാണ്. അപ്പോഴാണ് പുരുഷൻ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന സ്ത്രീ, അതുകൊണ്ടാണ് അവരുടെ ഗോത്രത്തിലോ അവരുടെ വീട്ടിലോ താമസിക്കാൻ പറ്റാതെ പുരുഷന്റെ വീട്ടിൽ താമസിക്കുന്നവരായിട്ട് മാറുന്നത്. മറ്റേത് സ്ത്രീകളുടെ അടുത്തേക്ക് പുരുഷന്മാർ എത്തുമായിരുന്നു. അപ്പോൾ ഗോത്രത്തിന്റെ അംശങ്ങളുള്ള കാലത്തുള്ള ഏത് സമൂഹത്തിൽ പോയാലും പുരുഷന്മാർ സ്ത്രീകളുടെ അടുത്ത് പോയി ജീവിക്കുന്നവരായിട്ട് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. പക്ഷേ ഈ മുസ്ലിം മതത്തിൽ തിരിച്ചല്ലേ? അത് മുസ്ലിം മതത്തിൽ തിരിച്ചല്ലേ, അവർ ഗോത്രത്തിൽ കഴിയുന്നവരായപ്പോഴും. അത് ഏതെങ്കിലും മതമൊന്നുമല്ല. മതമൊക്കെ എത്രയോ വർഷത്തിന് ശേഷം 2000, 3000, 5000 ഒക്കെ വർഷത്തിനകത്തുണ്ടായിരുന്നു. നമ്മളീ പറയുന്നതൊക്കെ 10,000-10,000 വർഷമായിട്ട് കൃഷി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള സംഭവങ്ങളാണ്. അല്ലാതെ മതവിശ്വാസപ്രകാരമൊന്നും അല്ല ഈ വിവാഹമൊന്നും. അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അതിന് ശേഷമാണ് ഈ മതമൊക്കെ വരുന്നത്. മതം വരുന്നത് വലിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളുടെ മനസ്സ് നിയന്ത്രിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളെയാണ് നമ്മൾ ഈ മതം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആളുകളെ അനുസരണ പഠിപ്പിക്കാൻ എളുപ്പമാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മതങ്ങളെല്ലാം. അല്ല അത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അനുസരിച്ചിരിക്കും. അത് നമ്മൾ നേരത്തെ ദൈവത്തിനെ പറ്റി പറഞ്ഞില്ലേ, ഒരു ദൈവത്തിനെ എടുത്താൽ ആ ദൈവത്തിൽ നിന്ന് ഏത് കാലത്ത് ആരാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെയാണ് ഈ ആശയങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഓരോ മതവും ഒരു പ്രദേശത്തിനനുസൃതമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ഗോത്രങ്ങളിനകത്ത് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് പുരുഷന്മാരെല്ലാം ചത്തുപോകുമ്പോൾ ഇഷ്ടംപോലെ സ്ത്രീകൾ വരികയും പുരുഷന്മാർ കുറയുകയും ചെയ്തപ്പോഴാണ് 4 കല്യാണം കഴിക്കാമെന്ന് പറയുന്ന കഥയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ അല്ലാതെ നമ്മൾ ഈ പറയുന്ന മതത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടൊന്നുമല്ല, ഒരു സൊല്യൂഷനാണ് ഇതൊക്കെ. ആ കാലഘട്ടത്തിൻ്റെ സൊല്യൂഷനാണ് അത്. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും അത് മുസ്ലിം പേരാണ്, ഇത് ക്രിസ്ത്യൻ പേരാണ്. അങ്ങനെ ഒരു പേരില്ല. മേരി യേശുക്രിസ്തുവിൻ്റെ അമ്മയല്ലേ, അപ്പോൾ മേരിക്ക് എങ്ങനെ മേരി എന്ന് പേര് വരും? ക്രിസ്ത്യൻ പേരാണെങ്കിൽ. എബ്രഹാം എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രദേശത്തെ പേരുകളേ ഉള്ളൂ, മതത്തിന് പേരില്ല. മതപരമായ ഒരു പേര് ലോകത്തില്ല. ഇതറിഞ്ഞുകൂടാതെ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ളത് പറയുന്നത്. അതുപോലെയാണ് നിങ്ങളിപ്പോൾ ചോദിച്ച ആ ചോദ്യം അങ്ങനെ വരുന്നതാണ്. മതക്കാരുണ്ടാക്കിയ, അങ്ങനെയല്ല, ഒരു പ്രദേശത്തുകാരുണ്ടാക്കിയ ആചാരങ്ങളെ മതത്തിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പേര് വരുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസൃതമായ അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു കസ്റ്റം, ഒരു എന്താണ് നമ്മൾ പറയത്തില്ല, സംസ്കാരം, ഞങ്ങളുടെ സംസ്കാരം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് മതം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരു ഗോത്രത്തിനോട് ബന്ധപ്പെട്ടൊക്കെ രൂപപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു മതത്തിനകത്ത് തന്നെ, ഒരു മതം തന്നെ എടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഓരോ പ്രദേശത്തും അത് വ്യത്യസ്തമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അപ്പോൾ ആ മതം അത് വേറെയാന്നൊക്കെ പറഞ്ഞു വരും തുടങ്ങും. ഞങ്ങളുടെ മതത്തിൽ പലതരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞ് സംഭവം. അതുകൊണ്ടാണ് അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മതമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ആചാരം അത് രൂപപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൃഷി സ്ഥലങ്ങളുണ്ടായപ്പോൾ ആ കൃഷിസ്ഥലത്തിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിസ്ഥലത്തിനോട് അവരുടെ കൃഷിസ്ഥലം കൂടെ ചേർത്താൽ വലിയൊരു സ്ഥലവും നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചപ്പോഴുണ്ടാക്കിയ വിവാഹങ്ങളാണ് വീട്ടുകാരുടെ വിവാഹങ്ങൾ. അങ്ങനെയാണ് വീട്ടുകാർ നമ്മുടെ തരക്കാരായ ആൾക്കാർ, ഏത് സ്ട്രാറ്റയിൽ ഏത് തട്ടിലാണ് നമ്മുടെ കുടുംബം ഇരിക്കുന്നത് ആ തട്ടിലുള്ളവരുമായിട്ട് മാത്രമേ നിങ്ങൾ ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതുകൊണ്ട് വീട്ടുകാരാലോചിച്ച് വിവാഹം കഴിപ്പിക്കുന്നിടത്തേക്ക് ലോകം മാറിപ്പോയത് കൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധമായിട്ട് ഈ പഴയ വിവാഹത്തിന് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് ദൈവം ചേർക്കുന്നതാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ പിരിയാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ പണിയല്ലത്. വിവാഹം കഴിച്ചത് അവരുടേതല്ല, തുടരുന്നത് അവരുടേതല്ല. കുട്ടികളെ ഉണ്ടാക്കാനും പരമ്പര നിലനിർത്താനും സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്, ഒരു കരാറാണ് പഴയ വിവാഹം. ആ വിവാഹത്തിൽ നിന്ന് ഭിന്നമായിട്ട് ജനാധിപത്യ സംസ്കാരം ഉണ്ടായപ്പോൾ
വ്യക്തികളുണ്ടായി. ആ വ്യക്തികളെയാണ് നമ്മൾ പൗരരെന്ന് പറയുന്നത്. അതുവരെ വ്യക്തികളില്ല, പ്രജകളേ ഉള്ളൂ. പ്രജകൾക്ക് അനുസരണയാണുള്ളത്, പറഞ്ഞാൽ അനുസരിക്കണം. പ്രജകളായിരിക്കുക എന്ന് പറയുന്നത് അവർ അനുസരണ ഉണ്ടായിരിക്കണം. അവർക്ക് കുറച്ച് കടമകളുണ്ട്, പക്ഷെ ഒരു അവകാശവും ഇല്ല. പറഞ്ഞാൽ അനുസരിക്കുക എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് കുടുംബത്തിനോടോ ഗോത്രത്തിനോടോ രാജ്യത്തിനോടോ രാജാവിനോടോ കൂറ് വേണം. അവരുടെ ലോയൽറ്റിയാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ പ്രജയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ലോയൽറ്റിയും കൂറും അനുസരണയും. കുറെ പണികൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കഴിഞ്ഞിരുന്ന കാലത്തായിരുന്നു നിങ്ങൾ പറയുന്ന ഈ വിവാഹം ഉണ്ടായിരുന്നു. പൗരരായി മാറിയപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. അപ്പൊ രാജാവിനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജനാധിപത്യത്തിനകത്ത് ഭരണത്തിനകത്തേക്ക് നമ്മുടെ ഇടയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവിനെയാണ്, നമ്മൾ പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് പൗരർക്കും തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് വന്നത്. അപ്പോഴാണ് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് വീണ്ടും തുടങ്ങിയപ്പോഴാണ് പഴയ സമ്പ്രദായവും പുതിയ സമ്പ്രദായം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്. അല്ലാതെ ലിവിങ് ടുഗദർ ആണോ നല്ലത്, ഇതൊന്നും ഇങ്ങനത്തെ ചോദ്യം എന്ന് പറയുന്നതൊന്നും ലോകവുമായിട്ടൊരു ബന്ധമില്ലാതാണ് ആൾക്കാർ അതൊക്കെ പറയുന്നത്. ലിവിങ് ടുഗദർ ഈ പൗരബോധമുള്ള മനുഷ്യർ രൂപപ്പെട്ടപ്പോഴാണ് വീടുകളിൽ മുഴുവൻ സംഘർഷം ഉണ്ടായി. അല്ലാതെ ഈ ലിവിങ് ടുഗദറുകാരും ഉണ്ടായപ്പോഴല്ല ഈ കുടുംബ കോടതി ഉണ്ടായത്, ഡൈവേഴ്സ് ഉണ്ടായപ്പോഴല്ല. ഡൈവേഴ്സ് ഉണ്ടാകുന്നത് കുടുംബങ്ങൾ തമ്മിലല്ല വിവാഹം കഴിക്കുന്നതെന്നും ഇണകൾ രണ്ട് വ്യക്തികൾ തമ്മിലാണ് വിവാഹം കഴിക്കുന്നതെന്നും മനുഷ്യർ വിചാരിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടുപേരും തുല്യരാണെന്ന് പറയുന്ന ആശയവും കടന്നു വന്നു. പക്ഷെ പഴയ വിവാഹം അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ആ പഴയ വിവാഹത്തിനകത്ത് ഇടപെടുന്നവർക്ക് അവകാശമുണ്ടെന്ന് പറയുന്നത് പുതിയ ആശയം വന്നപ്പോഴാണ് രണ്ടുപേരും വരുമാനം ഉണ്ടാക്കുന്നവരും തൊഴിലുള്ളവരും സ്വന്തമായി ചിന്തിക്കുന്നവരുമായ രണ്ട് വ്യക്തികളുണ്ടായി. ഈ വ്യക്തികളുണ്ടായപ്പോഴും പഴയ സമ്പ്രദായം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും തമ്മിൽ അടിയാറ്. കാരണം രണ്ട് അഭിപ്രായം, രണ്ട് വ്യത്യസ്തമായ താല്പര്യമുള്ള വ്യക്തികൾ ഈ കുടുംബത്തിലുണ്ട് എന്ന് വന്നു എന്നുള്ളതാണ് പ്രശ്നം. പണ്ട് അങ്ങനെയല്ല. ഭർത്താവിൻ്റെ ഉപകരണം മാത്രമാണ്, ഭർത്താവിൻ്റെ തുടർച്ച മാത്രമാണ്, ഗൃഹനായകൻ്റെ തുടർച്ച മാത്രമാണ്. അത് ഭാര്യയായാലും മക്കളായാലും ഇവരുടെ തുടർച്ച മാത്രമാണ്. ആ തുടർച്ചയിൽ നിന്ന് മാറി രണ്ട് വ്യക്തികളുള്ള കുടുംബങ്ങളുണ്ടായപ്പോഴാണ് സംഘർഷം. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വന്തമായ വരുമാനവും ഉത്തരവാദിത്വവും വന്നപ്പോഴാണ് അവർ തമ്മിൽ അപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന പോലെയല്ല ചെയ്യേണ്ടത്, എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് സംഘർഷം ഉണ്ടായത്. ആ സംഘർഷം ഉണ്ടായത് ഇപ്പോൾ ദൈവം ചേർത്തതല്ല, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നടത്തിയതാണ് ഈ വിവാഹം, അവിടെ നിങ്ങൾക്ക് പിരിയാം എന്ന് പറയുന്ന പുതിയ നിയമങ്ങളൊക്കെ ലോകത്തുണ്ടായത്. അപ്പോഴാണ് ഡൈവോഴ്സ് ഉണ്ടാകുന്നത്. പണ്ട് വിധവകളെ ഉള്ളൂ, അല്ലാതെ വിവാഹത്തിൽ നിന്നും വിവാഹമോചിതർ എന്ന് പറഞ്ഞൊരു വിവാഹം ഇല്ല. ഇന്നാണ് വിവാഹമോചിതരുള്ളത്. ഇതൊക്കെ നമ്മൾ അങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത്. അതിന് വേറെ എന്തോ കുറേ ആൾക്കാർ വഴി തെറ്റി നടക്കുന്നെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വരികളൊന്നും അല്ല ഇതിനൊന്നും പറയണ്ടേ. സ്വതന്ത്രമായി ചോയ്സുള്ള വ്യക്തികളായിട്ട് പൗരബോധമുള്ളവരായിട്ട് ഭരണഘടനാപരമായി മനുഷ്യരുണ്ടായപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ വരുമ്പോഴും സമ്പ്രദായം പഴയ വിവാഹമാണ്. ഇതുകൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഒരു വീട്ടിൽ രണ്ടുപേര് തമ്മിൽ അടി തുടങ്ങിയപ്പോഴാണ് കുടുംബ കോടതി. ഞാനൊക്കെ പറഞ്ഞിട്ടാണ് കുടുംബ കോടതി ഉണ്ടായത്. ഒന്നുമല്ല, കുടുംബ കോടതി ഉണ്ടായത് എങ്ങനെയാണെന്നാണ് ഞാനീ പറയുന്നത്. വിവാഹം ഉണ്ടായത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് സെലക്ഷൻ, രണ്ട് വ്യക്തികളുടെ സെലക്ഷനാണ് എന്ന് പറയുമ്പോഴാണ് നാട്ടുകാരുടെ അംഗീകാരമോ ഗവൺമെന്റിന്റെ അംഗീകാരമോ ആവശ്യമില്ല. ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. അല്ലാതെ ലിവിങ് ടുഗദറിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെയാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ തുടങ്ങിയത്. അങ്ങനെയല്ല, പരമാവധി ഉത്തരവാദിത്തമുള്ളവർക്ക് മാത്രമേ ലിവിങ് ടുഗദർ ചെയ്യാനൊക്കത്തുള്ളൂ. മറ്റവർക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്, കല്യാണം കഴിച്ചവർക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് കല്യാണം കഴിച്ച് സാക്ഷി നിർത്തി ഇവിടുന്ന് നീ മാറിയാൽ നിന്നെ പേര് കേസെടുക്കുമെന്ന് പറയുന്ന സാധനം വരുന്നത്. ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് കല്യാണത്തിനകത്ത് പോകുന്നത്. തിരിച്ചാ മനസ്സിലാക്കേണ്ടത്. സ്വന്തമായ ഉത്തരവാദിത്വം ഇല്ലാതെ അതുകൊണ്ടാണ് സകലരും കൂടെ ഇടപെടും. പഴയൊരു വിവാഹത്തിനകത്ത് അവർ തമ്മിൽ വഴക്ക് ഉണ്ടായ അമ്മയച്ഛനും ഇടപെടും, നാട്ടുകാർ ഇടപെടും, മത നേതാക്കന്മാർ എല്ലാവരും ഇടപെടും.
മറ്റതിനകത്ത് അങ്ങനെ ഇടപെടാനൊക്കെ കാരണം ഇത് വ്യക്തികളുടെ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ വ്യക്തികൾ തിരഞ്ഞെടുക്കുന്ന, അതുകൊണ്ട് വിവാഹം, ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്, രജിസ്ട്രേഷൻ വിവാഹം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അത് വ്യക്തികൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. പരമാവധി ഉത്തരവാദിത്തമുള്ളവരായാലേ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേര് തമ്മിൽ ഒന്നിച്ച് ചേർന്ന് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ആ വ്യക്തികളാണ്, അല്ലാതെ അമ്മയുടെ അച്ഛൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒന്നുമല്ല. അപ്പോഴാണ് പഴയ ജാതിക്കനുസരിച്ച് വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നവരോ മതത്തിനനുസരിച്ച് വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കാളവണ്ടി യാത്ര ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് ഇനിയും ചോദിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. എന്തായാലും ഇങ്ങനെയാണ് സമൂഹം എന്നുള്ളത് ആരും അംഗീകരിക്കില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞാലും ആരും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണ് ഒരു സൊസൈറ്റി വളരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, എല്ലാവരും ഇതൊക്കെ ഈ ചിന്തയോടെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ ലോകത്തിനെ പറ്റി മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ജീവിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പൗരബോധമുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാപരമായിട്ട് പൗരബോധമുള്ളവരായിട്ട് മാറണം. അപ്പോൾ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഇണകളെ മാത്രമല്ല, നമ്മുടെ പ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇണകളെ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലാതെ അമ്മയും അച്ഛനും ആലോചിക്കുന്ന കല്യാണത്തിൽ പോകുന്നതൊന്നും പൗരതയല്ല. എന്തായാലും ഇന്നത്തെ സമൂഹം ഇതൊക്കെ ഒന്ന് അംഗീകരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ. എന്തായാലും നന്ദി, ഒരുപാട് നന്ദി.